Hello friends, welcome to channel. 𝙑𝙤𝙬𝙬 ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് OneCard ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് സൗദി ബാങ്കിന്റെ OneCard ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നിങ്ങളിപ്പോൾ ഒരു 95% മുകളിൽ ആൾക്കാരൊക്കെ ബാങ്ക് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നവരായിരിക്കും. അപ്പോൾ നമുക്കൊരു ക്രെഡിറ്റ് കാർഡിൻ്റെ ട്രാൻസാക്ഷൻ എന്തെങ്കിലും ഇപ്പോൾ സക്സസ്ഫുൾ ആവാണ്ട് തന്നെ നമുക്ക് ഫെയിലിയർ ആയി, പക്ഷേ നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് നമ്മുടെ എമൗണ്ട് പോയി. അപ്പോൾ നമുക്ക് എങ്ങനെ നമുക്കിത് കംപ്ലയിൻറ്റ് ചെയ്യാനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ OneCardന്റെ പ്രത്യേകിച്ച് പറയുന്നതുകൊണ്ട് തന്നെ OneCardൽ നമുക്ക് എങ്ങനെ നമുക്കിപ്പോൾ ഞാൻ ആക്ച്വലി ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു 2500 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ട്രാൻസാക്ഷനിൽ നമുക്ക് അത് സംഭവം നമ്മുടെ ആമസോണിലെ ലാസ്റ്റ് പേജ് എത്തിയപ്പോൾ അൺസക്സസ്ഫുൾ ആയി, അഥവാ നെറ്റ് കട്ടായി. അങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ക്രെഡിറ്റിൽ നിന്ന് നമുക്ക് ആക്ച്വലി നമ്മുടെ ഡെബിറ്റ് ആവും, ഈ ക്രെഡിറ്റ് എമൗണ്ട് ഡെബിറ്റ് ആവും നമ്മുടെ ലിമിറ്റിൽ നിന്ന്. അപ്പോൾ നമുക്ക് ട്രാൻസാക്ഷനിൽ പോയി കഴിഞ്ഞാൽ എമൗണ്ട് കാണിക്കുകയും ചെയ്യും, പക്ഷേ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഈ പ്രൊഡക്റ്റിൻ്റെ ഓർഡർ ഫെയിലിയർ ആവുകയും ചെയ്തു. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടില്ല, പക്ഷേ കാശ് പോയി. അതെങ്ങനെ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് നമുക്ക് റീഫണ്ട് വാങ്ങിക്കാം. ഇപ്പോൾ നോർമലി ഇങ്ങനത്തെ സംഭവിക്കുന്നതൊക്കെ നമുക്ക് ഒരു ടൈം ലിമിറ്റ് ഉണ്ട്, ഒരു 3 to 5 ഡേയ്സിനുള്ളിൽ ഓട്ടോമാറ്റിക്കലി റീഫണ്ട് വരുന്നതാണ്. പക്ഷേ ഒരു സെക്യൂരിറ്റിക്ക് നമുക്ക് ഈ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി കൺഫർമേഷൻ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് തന്നെ അതെങ്ങനെ നമ്മൾ ചെയ്യാൻ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. അതുപോലെ നമ്മുടെ ആമസോണിൻ്റെ സ്റ്റോർ നമ്മൾ തുടങ്ങിയിരുന്നു, ഇൻഫ്ലുവൻസർ സ്റ്റോർ, ഞാൻ URL കൊടുക്കുന്നുണ്ട്, ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ നമ്മുടെ ചാനലിൻ്റെ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സും അതുപോലെ ടോപ്പ് 5 കാറ്റഗറിയിലത്തെ എല്ലാത്തിൻ്റെയും ഒരു ഹോം പേജ് നമുക്ക് ഒരു ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈസിയായിട്ട് സാധനം വാങ്ങിക്കാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈലിലേക്ക് പോകാം. അതിനുവേണ്ടി നമുക്ക് മൊബൈലിലെ ടേബിളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ മൊബൈലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ OneCardന്റെ ആപ്പിലേക്ക് പോകാം. OneCardന്റെ ആപ്പ് എടുത്ത് നമ്മളിപ്പോൾ പിന്നെ സെറ്റ് ചെയ്തവർക്ക് പിന്നെ കൊടുക്കാം, അഥവാ ഫിംഗർ പ്രിൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് കൊടുക്കാം. അപ്പോൾ നേരിട്ട് നമ്മുടെ ഹോം പേജിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹോം പേജിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിലായിട്ടൊരു മെനു ബട്ടൺ ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ പേരും നമ്മുടെ ഫോൺ നമ്പറും ഡീറ്റെയിൽസൊക്കെ കാണാം. അതിൽ താഴെയായിട്ട് നമുക്കൊരു ക്വിക്ക് ആക്ഷൻ എന്നൊരു മെനു ഉണ്ട്. അതിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ റേറ്റ് ട്രാൻസാക്ഷൻ ഡിസ്പ്യൂട്ട് എന്ന് കാണിക്കാൻ കണ്ടു. ഇപ്പോൾ ഏത് ട്രാൻസാക്ഷനാണ് നിങ്ങൾക്ക് ഡിസ്പ്യൂട്ട് വേണ്ട, അതിലേക്ക് നിങ്ങൾക്ക് ക്രെഡിറ്റ് നിങ്ങൾക്ക് ചാറ്റ് വിത്ത് അസ് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ ചാറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഇതിൽ നമുക്ക് തന്നെ സെലക്ഷൻ വരുന്നുണ്ടോ. പ്ലീസ് സെലക്ട് വൺ ഓഫ് ദ ഓപ്ഷൻ ബിലോ, ചേഞ്ച് പ്രൈസ് പർച്ചേസ്. ഇപ്പോൾ നമുക്ക് എന്ത് ടൈപ്പ് കുഴപ്പം വന്നിരുന്നത്, ഇപ്പോൾ ഡിൻ റിസീവ് ദ റീഫണ്ട് ഈവൻ ആഫ്റ്റർ 15 വർക്കിംഗ് ഡേയ്സ് ആണ് ഞാൻ സെലക്ട് ചെയ്യുക. ഇതല്ലാണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു എന്താ പറയുക, ഇപ്പോൾ ഞാൻ ഒരു പോയിന്റ് ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ എടുത്തു. അപ്പോൾ ഞാനൊരു ഈ ഒരു ട്രാൻസാക്ഷൻ എടുത്തു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്ക് ആ ട്രാൻസാക്ഷനെ കുറിച്ച് അവരായിട്ട് ചാറ്റ് ചെയ്യാം. ഉണ്ടോ, നിങ്ങൾക്ക് ചാറ്റ് വിത്ത് ആസ് ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ട്രാൻസാക്ഷനെ റേസ് ഡിസ്പ്യൂട്ട് കൊടുക്കാനുണ്ടോ, താഴെ വരാനുണ്ട് ഡിസ്പ്യൂട്ട്. ഇപ്പോൾ ആ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഫുൾ ഇവിടെ കാണിക്കുന്നുണ്ട്. എന്താ പറയുക, മർച്ചൻ്റ് നെയിം ആമസോണാണ്, ഇപ്പോൾ സ്റ്റാറ്റസ് സെറ്റിൽഡ് ആയതാണ്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റേസ് ഡിസ്പ്യൂട്ട് കഴിഞ്ഞാൽ നമുക്ക് അവരെ സപ്പോർട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ട്രാൻസാക്ഷനെ ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, ഇപ്പോൾ റീഫണ്ട് വന്നിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ട്രാൻസാക്ഷൻ എങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യാമെന്നാണ് നമ്മളിപ്പോൾ കണ്ടത്. ആ റേസ് ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇത് കംപ്ലയിൻറ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് ആ ട്രാൻസാക്ഷനെതിരെ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാമെന്നാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ റീഫണ്ട് വരാനുള്ളതോ അല്ലെങ്കിൽ ക്യാൻസലായി പോയതോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ട്രാൻസാക്ഷൻ എടുത്തിട്ട് ഇങ്ങനെ സപ്പോർട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഡയറക്റ്റ് മെനു പോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ മെനു എടുത്തിട്ട് റേസ് ഡിസ്പ്യൂട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കമ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.